ഫ്രൂട്ട് പ്ലാന്റുകൾ സെറ്റ് ചെയ്യാൻ പറ്റിയ സമയമാണിത്. ഇന്നത്തെ ഗാർഡൻ സെറ്റിങ്സ് മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി നമ്മുടെ കസ്റ്റമർ റഫീഖ് അവർക്കായിട്ട് ഏകദേശം 20ഓളം പ്ലാന്റ്സുകളാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത്. അവർ പുതുതായിട്ട് സെറ്റ് ചെയ്ത വീടിൻ്റെ നമ്മളിവിടെ സൈറ്റ് വന്ന് നോക്കിയിരുന്നു. സൈറ്റിനനുസരിച്ചിട്ടുള്ള ഡിസൈൻ ചെയ്തിട്ടുള്ള പ്ലാന്റ്സുകളാണ്. അപ്പോൾ അതിൽ നമ്മുടെ അബിയു ജെയിൻ്റെ അബിയു ഏകദേശം ഒരു 6 അടി 7 അടി വലുപ്പമുള്ള ബ്രാഞ്ചസായ നല്ലൊരു ഹെൽത്തി പ്ലാന്റ്സാണ്. നമ്മളിവിടെ വെച്ച് കൊടുക്കുമ്പോൾ ചെറിയ പ്ലാന്റ്സ് അല്ല, നല്ല ബുഷി ആയിട്ടുള്ള, ഇത് ഓൾറെഡി ഫ്രൂട്ടഡ് ആയിട്ടുള്ള, ഈ വർഷം ഫ്രൂട്ടഡ് ആയിട്ടുള്ള കാട്ടിമൂൺ തന്നെ നല്ല മാവാണ്. ഒരു ഓൾ സീസണാണ് തായ്ലാൻഡിൻ്റെ ഓൾ സീസൺ പല വെറൈറ്റികളുണ്ടെങ്കിലും നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഫ്രൂട്ടാണ്. ഇത് പച്ചയിലും കൂടി ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. പച്ചയിൽ പുളി കുറവുള്ളൊരു മാങ്ങയാണിത്. അതുപോലെ നാംഡോക്ക് വേൾഡിലെ 5ാം സ്ഥാനത്തുള്ള തായ്ലാൻഡിൻ്റെ നാംഡോക്കുമായി നമുക്ക് വീടിൻ്റെ ഒക്കെ ഒരു അലങ്കാരത്തിനും കൂടി വെക്കാൻ പറ്റിയ ഒരു മാവാണ്. നല്ലൊരു പ്ലാന്റാണ്. അതുപോലെ ഞാൻ എവിടെ പറയാറുണ്ട്, നമ്മൾ വീട്ടിലൊരു 10 പ്ലാന്റ് വെക്കുന്നവർ എന്തായാലും മാംഗോസ്റ്റിൻ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇത് വീടിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗത്തായിട്ട് നമ്മളൊരു ഭംഗിക്കും കൂടി ഒരു മാംഗോസ്റ്റിൻ്റെ ഏകദേശം ഒരു 5 വർഷം 4 to 5 വർഷം പ്രായമായിട്ടുള്ള നല്ലൊരു ഹെൽത്തി പ്ലാന്റാണ്. പ്ലാന്റ് കണ്ടില്ലേ, നല്ലൊരു അടിപൊളി പ്ലാന്റാണ്. അങ്ങനത്തെ 2 പ്ലാന്റ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ റംബൂട്ടാൻ ഇതൊക്കെ നെക്സ്റ്റ് ഇയറിൽ എന്തായാലും ഫ്രൂട്ട് കിട്ടും. അത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു 6 അടി വലുപ്പമുള്ള പ്ലാന്റിനെ കട്ട് ചെയ്ത് ബ്രാഞ്ചസ് ആക്കി ട്രെയിൻ ചെയ്തെടുത്തത്. ഇനി അത് വീണ്ടും നമ്മളെന്ത് ഇവിടെ ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ റെഡിയാക്കുക. പിന്നെ ബബ്ലൂസ് റെഡ്, അത് ഓരോ സൈറ്റിൽ നമ്മൾ പ്ലാന്റ് സെലക്ട് ചെയ്യുമ്പോൾ ആ സൈറ്റിന് അവിടുത്തെ മണ്ണിന് അവിടെ അവരുടെ വീട്ടിലില്ലാത്ത പ്ലാന്റ്സുകളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുക. ഇത് ബബ്ലൂസ് റെഡ്, ഇതും നല്ലൊരു പ്ലാന്റാണ്. പിന്നെ ലോങ്ങൻ എവിടെ ഗാർഡൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലോങ്ങൻ ആഡ് ചെയ്യും. ലോങ്ങൻ ഒരുപാട് വെറൈറ്റികൾ ഉണ്ടെങ്കിലും എഡോസ്റ്റാർ ഓൾ സീസണൊക്കെ നമുക്ക് നമ്മുടെ ക്ലൈമറ്റിൽ സിമ്പിളായിട്ട് കായ പിടിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എഡോസ്റ്റാറിൻ്റെ നല്ലൊരു പ്ലാന്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ പേരയിൽ നല്ലൊരു പേരയാണ് തായ് പിങ്ക്. ഞങ്ങൾ യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. ഓൾറെഡി ഫ്രൂട്ടഡ് ആയ പ്ലാന്റാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എപ്പോഴും കായ പിടിക്കും. സെറ്റാവുന്ന എല്ലാ ഫ്രൂട്ടും നമുക്ക് ഏകദേശം ഒരു 400 ഗ്രാമൊക്കെ ഒരു പേര സൈസ് കിട്ടാറുണ്ട്. പിന്നെ ഏത് പ്ലാന്റ് നമ്മൾ നോക്കുന്നിടത്താണ് വളം കൊടുക്കുന്നവർക്ക്. അതുപോലെ ഇത് അവരുടെ വീടിൻ്റെ ഒരു നല്ലൊരു കോർണറിൽ ഒരു ഭംഗിക്ക് കൂടി വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ഇവിടെ സെലക്ട് ചെയ്താണ്. സ്ട്രോബെറി, പേര, യെല്ലോ. ഇതിൻ്റെ റെഡ് വരുന്നുണ്ട്, റെഡ് കായപ്പിടുത്തം കുറവാണ്. ഇതിൻ്റെ ലീഫ് കണ്ടു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കാണ് വിചാരിക്കും. റെക്കമെൻഡ് ചെയ്യാൻ പറ്റും, നല്ല വെറൈറ്റിയാണ്. പിന്നെ ചാമ്പയിൽ നല്ലൊരു വെറൈറ്റിയാണ്. ചാമ്പ എന്തായാലും ഒരു വീട്ടിൽ നിർബന്ധമായിട്ടും വെക്കേണ്ട ഒരു പ്ലാന്റാണ്. ചാമ്പയിൽ നല്ലൊരു പ്ലാന്റാണ് നമ്മുടെ ഡൽഹരി ചാമ്പ. ചാമ്പുകൾ 900 ചാമ്പ ഉണ്ടെങ്കിലും നമ്മുടെ ഡൽഹരി ചാമ്പൻ്റെ ഒരു പ്രത്യേകത നല്ല ടേസ്റ്റിയാണ്. നമുക്ക് 100% റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ പലരും പറയാറുണ്ട് ചാമ്പയിൽ പുഴുവാണ്. ചാമ്പയിൽ നിന്നല്ല, ഒരുവിധമുള്ള ഒട്ടുമിക്ക ഫ്രൂട്ട് പ്ലാന്റുകളും ഫ്രൂട്ടുകളൊക്കെ റെയിനി സീസണിൽ പുഴു വരും. അപ്പോൾ അതിന് അതിൻ്റെതായ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ ചിലപ്പോൾ ഫ്രൂട്ടിനിട്ടിട്ട് കവർ ചെയ്യേണ്ടി വരും. അങ്ങനെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏത് ഫ്രൂട്ടാണെങ്കിലും. അതുപോലെ മാവിന് നല്ലൊരു വെറൈറ്റിയാണ് കാലാപ്പാടി. നമ്മുടെ വീടിൻ്റെ ഒക്കെ ഫ്രണ്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ബുഷായിട്ട് നിൽക്കും, നല്ല ഭംഗിയാണ്. പിന്നെ എവിടെയും നമ്മൾ മിനിമം ഒരു 2 ജാക്ക് ഫ്രൂട്ടെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കും. ഇത് JAK33 ചക്കയിൽ നല്ല ടേസ്റ്റുള്ള JAK33. അതുപോലെ നമ്മുടെ വിയറ്റ്നാം സൂപ്പർ ഏർലി, അതിൻ്റെ ഒരു പ്ലാന്റ് ഉണ്ട്. പിന്നെ ഒരു ചിക്കു സപ്പോട്ടൻ്റെ ഒരു ഫ്രൂട്ട് പ്ലാന്റ് എന്താ, ബനാന സപ്പോട്ട, നല്ലൊരു പ്ലാന്റാണ്. വലിയ പ്ലാന്റ്, ചെറിയ പ്ലാന്റുകളല്ല. പിന്നെ റൊളീനിയം തന്നെ ഒരു അത്തച്ചക്ക ഫാമിലിയിൽപ്പെട്ടൊരു തൈയാണിത്. നമുക്ക് കുറച്ച് ഷെയ്ഡുള്ള സ്ഥലത്തും കൂടി. അപ്പോൾ നമ്മളൊരു ഗാർഡൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ക്ലൈമറ്റ്, അവിടുത്തെ മണ്ണ്, അതേ അടുത്ത സ്പേസ് പോകുന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഇടയ്ക്ക് പറയാനുള്ളത്, ഒരുപാട് പേര് നമ്മൾ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ചില സമയങ്ങളിൽ കോൾ അറ്റൻഡ് ചെയ്യാൻ കഴിയാറില്ല, അത്രയും കോൾ വരുമ്പോൾ നമുക്ക് പ്രയാസമാണ്. അപ്പോൾ വാട്സപ്പിൽ ആര് മെസ്സേജ് അയച്ചു കഴിഞ്ഞാലും നമ്മൾ കറക്റ്റ് ഡീറ്റെയിൽ കൊടുക്കും. അതിൻ്റെ പ്ലാന്റും, അത് നമ്മളടുത്ത് പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ, ഡൗട്ട് ചോദിക്കുകയാണെങ്കിൽ, എന്താണെങ്കിലും നമ്മളതിൻ്റെ റീപ്ലൈ അവർക്ക് കൊടുക്കും. അപ്പോൾ ഒരുപാട് ആൾ വിളിക്കുന്ന 100-200 കോളുകൾ ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചില സമയങ്ങളിൽ അറ്റൻഡ് ചെയ്യാൻ കഴിയാറില്ല, ക്ഷമിക്കണം. അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ തീർച്ചയായിട്ടും റീപ്ലൈ കിട്ടും. നമ്മുടെ ഒഴിവിനനുസരിച്ച്, സമയത്തിനനുസരിച്ച് നമ്മൾ ഡേറ്റ് കൊടുക്കും. ഇപ്പോൾ ഇവർക്ക് ഏകദേശം ഒരു മാസം മുമ്പ് നമ്മുടെ സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് അവർക്ക് കൊടുത്ത ഡേറ്റ് എന്നാണ്. അപ്പോൾ ആ ഡേറ്റിൽ നമ്മൾ കറക്റ്റ് ഇത് പ്ലാൻ ചെയ്ത് തരും. അപ്പോൾ ഇത്തരത്തിലുള്ള ഫ്രൂട്ട് പ്ലാന്റുകൾ സെറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ, താങ്ക്സ്.